പോഡ്കാസ്റ്റ് ഉണ്ടാക്കുന്നതിൽ അച്ഛൻ ഭയങ്കര പാഷനറ്റ് ആണ്. ഹിസ് വെരി എൻതൂസിയാസ്റ്റിക് അബൌട്ട് as I can't speak only in Malayalam. It's like a mix. Happy podcast. ഇന്ന് ഇന്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ ആണ്, സെപ്റ്റംബർ 30. അച്ഛൻ്റെ പോഡ്കാസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ മൂത്ത മകളോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞതായത്, പോഡ്കാസ്റ്റിനും പോഡ്കാസ്റ്റേഴ്സിനും വേണ്ടി ഒരു ദിവസം. അതായത് ശ്രോതാക്കളും പോഡ്കാസ്റ്റേഴ്സും ഒക്കെ തമ്മിൽ സംവദിക്കാനും ഒക്കെ ഉള്ള അതിനു വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ദിവസം. എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേക ദിവസം ഉള്ളതുപോലെ ഇതിനും ഒരു ദിവസമുണ്ട്. ഞാനൊരു പോഡ്കാസ്റ്ററായിട്ട് അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഞാനത് പ്രാക്ടിക്കലി ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് തുടങ്ങി വെച്ചത്. പക്ഷെ അതിനു മുമ്പ് ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നു. അതൊരു പോഡ്കാസ്റ്റ് ഫോമാറ്റിലേക്ക് മാറ്റണമെന്നല്ല, ഇങ്ങനെ അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യണമെന്നുള്ളൊരു തോന്നൽ കുറേ കാലമായിട്ടുണ്ടായിരുന്നു. 2 വർഷം മുമ്പ് ഇങ്ങനെയുള്ളൊരു തുടക്കം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് പങ്കുവെക്കുകയും വോയിസ് നോട്ട്സായിട്ട് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്തു. രാജഗോപാൽ എന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ പേര്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നല്ല, പിന്നെ അതിനെക്കുറിച്ചൊന്നും ഉണ്ടായില്ല. പിന്നെ അറിയാമല്ലോ, നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ പല പരീക്ഷണങ്ങളും നടത്തി നോക്കി. പോഡ്കാസ്റ്റിൽ എനിക്ക് തോന്നിയ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് തുടങ്ങാനുള്ളൊരു വ്യത്യാസം, ഇതിൻ്റെ ഒരു ജോലി എന്ന് പറയുന്ന റിസർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം തുടങ്ങിയപ്പം ഈ പറഞ്ഞതുപോലെ അത്ര വലിയൊരു നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാമെന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ വലിയൊരു ശ്രദ്ധയൊന്നും കൊടുത്തിരുന്നില്ല. ഒരു 5-6 എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു വളരെ ചെറിയ കാര്യമൊന്നുമല്ല. ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നതിൽ ഈ പറയുന്ന പോലെ നമ്മൾ കണ്ടൻറ്റ് റെഡിയാക്കണം, അത് ക്യാപ്ചർ ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, പിന്നീട് എഡിറ്റ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല, വേറൊരാളുടെ സഹായം, ഒരു എഡിറ്ററുടെയോ അല്ലെങ്കിൽ ഒക്കെ സഹായം ആവശ്യമുള്ളൊരു ജോലിയാണ്. പോഡ്കാസ്റ്റിൽ ഞാൻ ആദ്യം മനസ്സിലാക്കിയത് അതേപോലെ തന്നെയാണ്. ശരിയാണ്, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, പക്ഷേ വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ചില സമയത്ത് ഒരു ടോപ്പിക്കൊക്കെ ആലോചിച്ച് വരുമ്പോൾ 3-4 ദിവസം എടുക്കും. അപ്പോൾ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനുണ്ടാവും. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ എല്ലാ ആധികാരികതകളും കൂടി പറയേണ്ടി വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യണം. പിന്നെ അത് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡിങ്ങിന് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് സാധാരണ ഇപ്പം ഇതിനുള്ളൊരു ആപ്ലിക്കേഷൻസ് ഒക്കെ ഫോണിൽ അവൈലബിൾ ആണ്, എവിടെ ഇരുന്നും റെക്കോർഡ് ചെയ്യാം. പക്ഷേ അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാത്ത ഒരു സ്ഥലത്ത്, അധികം ശബ്ദം ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത്, വീട്ടിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെയാണ്. ഞാൻ എൻ്റെ ഇനിഷ്യൽ എപ്പിസോഡ്സ് എല്ലാം ചെയ്ത് എൻ്റെ കാറിനകത്ത് വെച്ചാണ്. മഴയുള്ള സമയത്തൊക്കെയാണെങ്കിൽ അത് നടക്കത്തുമില്ല. അപ്പം ഞാനത് വീട്ടിനകത്ത് നിന്ന് ചെയ്യാൻ തുടങ്ങി. വീട്ടിലുള്ള ആൾക്കാരോട് അതിനെക്കുറിച്ച് പറയണം, കുറച്ച് സമയം മിണ്ടാതിരിക്കാൻ പറയണം, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇത് കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. എഡിറ്റിങ് അതുപോലെയാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് ഒന്നുമില്ല. ഞാൻ അത്യാവശ്യം ഇതൊക്കെ തന്നെ അങ്ങ് ചെയ്തു പോകും. പക്ഷേ പാട്ടുകളൊക്കെ മിക്സ് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല ആൾക്കാരുടെ കോൺവെർസേഷൻസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി മാത്രം ഞാനൊരു സപ്പോർട്ട് എടുക്കാറുണ്ട്. എന്നാലും ഇതൊരു ശ്രമകരമായ ജോലിയാണ്. പക്ഷേ ഒരു 17 എപ്പിസോഡ് ചെയ്തു എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ളൊരു ഊർജ്ജമൊക്കെ ഇപ്പോഴും ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ തുടങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ, ആദ്യം കുറച്ച് ഒരു സമയത്ത് ഭയങ്കര ആവശ്യത്തോടെ ചെയ്യും, അത് പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ശ്രദ്ധ കുറയും. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു, ഈ ഒരു ആവേശമൊക്കെ അങ്ങനെ മുമ്പോട്ട് പോകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം എല്ലാവരോടും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 25 എപ്പിസോഡൊക്കെ ആയതിനു ശേഷം മാത്രം സുഹൃത്തുക്കളോടും ഈവൻ വീട്ടിൽ പോലും എൻ്റെ വൈഫിനോടും ഒന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. ഓരോ ടോപ്പിക്കും ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അത് വെറുതെ മനസ്സിലാലോചിക്കും, എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുകയാണ് ആദ്യം ചെയ്തിരുന്നത്. പിന്നീടാണ് ഞാനതൊരു കുറച്ചൊരു സ്ക്രിപ്റ്റിങ്ങിലേക്കൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി, വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. ഈ വിവരങ്ങളൊക്കെ ഞാൻ എൻ്റെ മക്കളോട്, എനിക്ക് 2 കുട്ടികളാണല്ലോ, അപ്പോൾ അവരോട് ഞാനിത്, പ്രത്യേകിച്ച് പെൺകുട്ടികളായതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കും. പക്ഷെ അവർ ആദ്യം ഞാനിത് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അവർക്ക് കേൾക്കുമ്പോൾ അവർ ഇത് വളരെ സ്ട്രേഞ്ച് ആണല്ലോ എന്നൊക്കെ പറയും, പക്ഷെ ഗുഡ് എന്ന് അവസാനം പറയും. 2ാമത്തെ മകളുടെ അഭിപ്രായം ചോദിച്ചപ്പം, ഒത്തിരി നിർബന്ധിച്ചപ്പം വന്ന അഭിപ്രായമാണിത്. അപ്പോൾ അതൊരു പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ടാണെന്നും ഞാൻ പറയാറില്ല. Well, I think they're really informative, inspiring, and also it taught me a lot of Malayalam apparently, and it was also kind of interesting. I thought podcasts were really boring, but your podcast was really interesting. I've not heard your new podcast. Can you
Happy Podcasters Day. പക്ഷെ അങ്ങനെ 2-3 കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അവരോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, കൊള്ളാം. അതുപോലെ ഞാൻ എൻ്റെ അച്ഛനോട് പറയാറുണ്ട്. ചില വളരെ സീരിയസ് ടോപ്പിക്സ് ഒക്കെ ഞാൻ അച്ഛനോട് സംസാരിച്ചതിന് ശേഷം വെറുതെ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അപ്പോൾ അച്ഛൻ അറിയില്ല ഇതൊരു പോഡ്കാസ്റ്റിന് വേണ്ടി ഞാൻ പറയുന്നതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അച്ഛൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ അച്ഛനെ കേൾപ്പിക്കാറുണ്ട്. ഇതിലേക്ക് എന്നെ ഇൻസ്പയർ ചെയ്തത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ്. കൃഷ്ണകുമാറിന് ലീഡ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു പോഡ്കാസ്റ്റ് ചാനലുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ടെക്നോളജിയുടെ കാര്യത്തിലും അല്ലെങ്കിൽ ഡിജിറ്റൽ മാനേജ്മെൻറ്റ് മേഖലകളിലുമൊക്കെ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് മാനേജ്മെൻറ്റ് മേഖലകളിലൊക്കെ അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം. ഗ്രീൻ പെപ്പർ എന്ന് പറയുന്നൊരു സ്ഥാപനം നടത്തുന്ന ആളാണ് അദ്ദേഹം. ലീഡ് കാസ്റ്റ് എന്ന് പറയുന്ന സ്വന്തം പോഡ്കാസ്റ്റിൽ ഒരു പ്രാവശ്യം എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഞാൻ അതിൽ സംസാരിച്ചിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നി ഇത് കൊള്ളാലോ, ഇത് നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാം. ഈവൻ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ എളുപ്പമാണ്. നമുക്ക് വേറൊരാളോട് സംസാരിക്കണമെങ്കിൽ റിമോട്ടായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇങ്ങനെ ഒരുപാട് കൺവീനിയൻസ്, കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള ഒരു മീഡിയമാണെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ജൂൺ മാസത്തിൽ നമ്മുടെ ലോക്ക്ഡൗണിൽ എല്ലാവരും വീട്ടിലിരുന്ന് പല പല ഐഡിയാസ് തുടങ്ങിയതുപോലെ യൂട്യൂബ് ചാനലും കുക്കിങ്ങും പണ്ട് നഷ്ടപ്പെട്ടു പോയ പല പല സാധനങ്ങൾ വീണ്ടെടുത്ത സമയമാണ് ലോക്ക്ഡൗൺ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇങ്ങനൊരു സാധനത്തിലേക്ക് വരാം. അപ്പം കൃഷ്ണകുമാർ വാസ് ആൻ ഇൻസ്പിറേഷൻ. മാത്രമല്ല എൻ്റെ പോഡ്കാസ്റ്റിൻ്റെ ഞാൻ വളരെ കുറച്ച് ആൾക്കാർക്ക് സെലക്ട് ചെയ്ത് ഞാനിത് അയച്ചു കൊടുക്കാറുണ്ട് ലിങ്ക്സ്. അപ്പോൾ അതിലെനിക്ക് വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ഫീഡ്ബാക്സും കൃഷ്ണകുമാർ തരാറുണ്ട്. ഡെയിലി ഡോസ് എന്ന് പറഞ്ഞ് അരവിന്ദ് മലയാളത്തിൽ ചെയ്യുന്ന പോഡ്കാസ്റ്റുകൾ ആദ്യത്തെ എപ്പിസോഡ് മുതൽ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സുഹൃത്ത് കൊണ്ടായതുകൊണ്ട് മാത്രമല്ല, ആ പോഡ്കാസ്റ്റ് ഞാൻ കേൾക്കുന്നത് വളരെ കൗതുകത്തോടെയാണ്. എങ്ങനെ കേരളത്തിൽ നിന്ന് ഒരു പോഡ്കാസ്റ്റ് ഉരുത്തിരിഞ്ഞു വരും എന്നറിയാനുള്ള ഒരു ആകാംക്ഷയുമുണ്ട്. ഇതിനൊപ്പം തന്നെ ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞ ശേഷം അരവിന്ദുമായി ഇത് എങ്ങനെയൊക്കെ വരാം, അതിൽ എങ്ങനെയൊക്കെ ആളുകൾ ഇതിനെ കാണാം എന്നൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന 17ാമത്തെ ആണെന്ന് തോന്നുന്നു, SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ പ്രണാമവുമായി വന്ന ഒരു പോഡ്കാസ്റ്റ് കേൾക്കാനിടയായി. അതിൽ അരവിന്ദ് ഒരു പോഡ്കാസ്റ്റർ എന്ന നിലയിലൊരു അടുത്ത ലെവലിലേക്ക് എത്തിയ പോലെ എനിക്ക് തോന്നി. കാരണം അത് 2-3 തരത്തിൽ എന്നെ വിസ്മയിപ്പിച്ചു. ഒന്ന്, അത് പറയുന്ന വിധം. 2, തീർച്ചയായും അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ മികവ്. 3, പാട്ടുകൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചുകൊണ്ടും അത് ഓരോ പാട്ടും അതിൻ്റെ അർത്ഥവത്തായ രീതിയിൽ അത് കൊണ്ടുവന്നു എന്നും എനിക്ക് തോന്നി. ഒപ്പം തന്നെ ടീച്ചേഴ്സ് ഡേക്ക് ഉണ്ടായ പോഡ്കാസ്റ്റ്, അത് വളരെ സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ധന്യാവർമ്മയുമായി നടന്ന കോൺവെർസേഷൻ, അതൊരു പുതിയ ഒരു ഫോർമാറ്റായിരുന്നു. ഓണം കാലത്തെ മനോഹരമായ ഓർമ്മകൾ എന്ന രീതിയിൽ ഞാനും അതിനകത്ത് ചെറിയൊരു ബൈറ്റ് കൊടുത്തിരുന്നു. അതും എനിക്ക് വളരെ കൗതുകം തോന്നി. ഒപ്പം കേരളത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ കോൾ എന്ന് പറഞ്ഞ് നടത്തിയൊരു പോഡ്കാസ്റ്റ്, ചെറിയൻ പീറ്ററുമായി നടത്തിയൊരു സ്റ്റോറി, ആദ്യത്തെ കോൾ എങ്ങനെ നടന്നു, തകഴി ശിവശങ്കരപ്പിള്ളയാണ് ആദ്യമായി നടത്തിയെന്നൊക്കെ പറയാം. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ ഒന്നും കേൾക്കാത്ത എന്നാൽ ലൈഫിനോട് ഹോപ്പ് തോന്നുന്ന രീതിയിലുള്ള പോഡ്കാസ്റ്റുകളാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. ഇത് തീർച്ചയായിട്ടും ഇത് വളരെയധികം എൻ്റർടൈൻമെൻ്റ് ഉള്ള അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസൊക്കെ ഇറങ്ങുന്നൊരു കാലഘട്ടത്തിൽ എന്തിന് ഈ പോഡ്കാസ്റ്റ് കേൾക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, അത് കേൾക്കുന്നത് ഒരു മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൂടിയാണ്. കാരണം ഒരൊറ്റ വിഷയത്തെപ്പറ്റി ഒരാൾ വളരെ ഡീപ്പായിട്ട് സംസാരിക്കുന്നു. അത് നല്ല രീതിയിൽ, ഇൻഫാക്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടം അരവിന്ദിൻ്റെ ശബ്ദം തന്നെയാണ്. കാരണം വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ശബ്ദം. അപ്പോൾ കൂടുതൽ പോഡ്കാസ്റ്റുകൾ ചെയ്യാൻ സാധിക്കട്ടെ അരവിന്ദ്. ഇനിയും വരും നല്ല പോഡ്കാസ്റ്റേഴ്സ് കേരളത്തിലുണ്ടാവട്ടെ. സോ വിഷ് ഹാപ്പി ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ. പിന്നെ ഉള്ളത്, ഞാൻ എൻ്റെ വൈഫിനോട് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിരുന്നില്ല, ആദ്യമൊക്കെ ഇത് പറഞ്ഞില്ല. അപ്പോൾ എന്തോ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളത് മാത്രം അറിയാം. ഇതെന്താണ് ചെയ്യുന്നതെന്ന് ഞാനും പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നീട് ഞാൻ വിചാരിച്ചു ഒരു 25 എപ്പിസോഡൊക്കെ ആയിട്ട് പറയാമെന്ന് പറഞ്ഞെങ്കിലും ഒരു 15 എപ്പിസോഡ്സ് ആയപ്പോഴാണ് ഞാനിത് ആദ്യമായിട്ട് എൻ്റെ വൈഫിനോട്, എൻ്റെ അനുവിനോട് പറയുന്നത്. അതിനു മുമ്പ് ആക്ച്വലി ഞാൻ സജിത റഷീദ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, ഷീസ് കൗൺസിലർ, പാരൻറ്റിങ് അഡ്വൈസൊക്കെ തരാൻ വളരെ കേപ്പബിളായിട്ടുള്ള
ഒരാളാണ്. ലൈഫ് സ്കിൽസൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് സജിത റഷീദ്. അപ്പോൾ സജിതയുമായിട്ട് ചേർന്ന് ഞാൻ പേരൻറ്റിങ്ങിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. ആ എപ്പിസോഡ് സജിതയുടെ ഒരു വളരെ അടുത്ത ഫ്രണ്ട് സർക്കിൾ ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. അത് പക്ഷേ അതിൽ നിന്ന് എന്നെ അറിയാവുന്ന ഒരാൾ അതെടുത്ത് ഞാനും കൂടെ ഉള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തു. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞു. അങ്ങനെയൊക്കെ അത് പിന്നെ അവസാനം വൈഫ് അറിയുന്നതിന് തൊട്ട് മുമ്പ് 15ാമത്തെ എപ്പിസോഡായപ്പോൾ ഞാൻ വൈഫിനോട്, എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അത് സമയമാകുമ്പോൾ അറിയിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അപ്പം അവൾക്കൊരു വലിയ സർപ്രൈസ് ഒന്നും അല്ലായിരുന്നു. എങ്കിലും ഞാനിങ്ങനെ ചെയ്തല്ലോ, ഇത്രയും കാലം ഇതിങ്ങനെ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ഒരു സന്തോഷം അവൾക്കും ഉണ്ടായിരുന്നു. ഇനി ഭാര്യയുടെ വാക്കുകളിൽ തന്നെ കേൾക്കാം. അവസരം കൊടുത്തില്ല എന്ന് ഇനി പറയണ്ട. ഞാൻ ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്താണ് അരബിന്ദിൻ്റെ കുറച്ച് പോഡ്കാസ്റ്റുകൾ കേൾക്കാനിടയായത്. അപ്പം അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോഡ്കാസ്റ്റ് ജഗതി പാടി, അതായത് സിനിമകളിൽ പാടി അഭിനയിച്ച പാട്ടുകൾ. കാരണം എനിക്ക് ആ ഒരു സമയത്തെ ജഗതിയുടെ സിനിമകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ജഗതിയുടെ ആ പാട്ടുകളുമായിട്ട് അപ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ സജിതയുടെ ഒരു പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ളൊരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. അതും വളരെ ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നി. നമ്മളറിയാത്ത ചില കാര്യങ്ങൾ അറിയാൻ പറ്റി. പിന്നെ അതുപോലെ ഞാൻ ഹാപ്പിനെസ് പ്രോജക്റ്റ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളായിരുന്നു, ധന്യ വർമ്മയുടെ. അപ്പോൾ അതിനെക്കുറിച്ച് ധന്യയോടുള്ളൊരു ഇൻ്റർവ്യൂ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഇത് കേൾക്കുക എന്നുള്ളത് ഭയങ്കര നല്ലതാണല്ലോ. കാരണം ഭയങ്കര എൻജോയ് ചെയ്തു. അപ്പം ഇന്ന് ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ ആണ്. അതുമാത്രമല്ല, മലയാളം പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ ഭയങ്കര സുഖമുള്ളൊരു പോഡ്കാസ്റ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ പോഡ്കാസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോഴോ നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. മീൻസ് കേട്ടോണ്ട് നമുക്ക് വേറെ ഒരു ജോലിയും കൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാനും കൂടെ നമുക്ക് പറ്റും. അപ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേക്ക് അരബിന്ദിന് എല്ലാ ആശംസകളും അറിയിക്കുന്നു. പിന്നെയുള്ളത് റിയാസ് കെ മുഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്താണ്. ഞാൻ എന്ത് ചെയ്താലും നല്ലതാണെന്ന് പറയും. തമാശ കേട്ടോ. റിയാസ് ഈ പറഞ്ഞ പോലെ ഈ റിയാസിനെ കുറച്ച് ഈ സ്ക്രിപ്റ്റിങ്ങിലൊക്കെ ഭയങ്കര താല്പര്യം അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. റിയാസിനോട് ഓരോന്നും വളരെ ഡീറ്റെയിൽഡായിട്ട് സമയമെടുത്ത് ശ്രദ്ധിച്ച്, ഇപ്പോൾ രാത്രിയാണെങ്കിലും ഒക്കെ ഞാൻ ലിങ്കൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയും. താങ്ക് യു റിയാസ്. പിന്നെ ഉള്ളത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രമേശ് രംഗനാഥാണ്. രമേശ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഇപ്പം ഹീസ് എ ബ്രാൻഡ് എക്സ്പേർട്ട്, ഒരു അഡ്വർടൈസിങ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഒരു എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ നമ്മളുടെ കമ്പനിക്ക് വേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ പല പല കാര്യങ്ങൾ സംസാരിക്കുമ്പം ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ കിട്ടാൻ സാധ്യതയുള്ള ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ്. അപ്പോൾ രമേശും എനിക്കിങ്ങനെ ഫീഡ്ബാക്ക് തരുന്ന ഒരാളാണ്. ഇന്നെൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ഇന്ന് September 30 എന്ന് പറഞ്ഞിട്ട്. സോ ഇറ്റ് വാസ് ആക്ച്വലി സ്ട്രേഞ്ച്, എന്താ പറയുക, സർപ്രൈസ് ഫോർ മീ, ഇങ്ങനെ പോഡ്കാസ്റ്റേക്ക് ഒരു ഡേ ഉണ്ടെന്ന കാര്യം. സോ ഇമ്മീഡിയറ്റ്ലി ഞാൻ അത് ചെയ്തത് താങ്കൾക്ക് അത് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത്. അപ്പോഴാണ് അറിഞ്ഞത് താങ്കൾ ഇന്നൊരു എപ്പിസോഡ് ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. സോ എനിവേ, എനിക്ക് പെട്ടെന്ന് എനിക്ക് തോന്നാൻ കാര്യം വെച്ചാൽ പോഡ്കാസ്റ്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ ഇത്ര എപ്പിസോഡ് ചെയ്തു തുടങ്ങുന്നുണ്ട്, പോഡ്കാസ്റ്റിലേക്ക് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ ഐ തോട്ട് ഐ ഷുഡ് ഗീവ് ഇറ്റ് യു. സോ എനിക്ക് തോന്നുന്നു പോഡ്കാസ്റ്റ് ഇസ് ഗെറ്റിംഗ് പോപ്പുലർ ഡേ ബൈ ഡേ. ഐ തിങ്ക് ഇൻ കമ്മിങ് ഇയേഴ്സ് പോഡ്കാസ്റ്റ് വിൽ ഹാവ് എ വെരി ഗുഡ് ഓഡിയൻസ്. അതിനൊരു ഓഡിയൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. സോ ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് for all your podcast. Thank you. പിന്നെ ഞാൻ ഇതിലെനിക്ക് വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്ന ഒരാൾ, എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ ഡോക്ടർ ഷൈന. ഷീസ് എ ഡോക്ടർ. അവർ ഈ പറഞ്ഞ പോലെ എൻ്റെ തുടക്കം മുതലുള്ള എപ്പിസോഡ്സ് കേൾക്കുകയും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. താങ്ക് യു ഷൈന ഫോർ ദാറ്റ്. എനിക്ക് ആദ്യമായിട്ടൊരു ഫീഡ്ബാക്ക് എന്നെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഈ പോഡ്കാസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആദ്യത്തെ ഒരു 10 എപ്പിസോഡ് വരെയൊക്കെ ഞാൻ എൻ്റേതായ രീതിയിലാണ് വർക്ക് ചെയ്തത്. പക്ഷേ എബ്രഹാം എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. എബ്രഹാമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൺസ്ട്രക്റ്റീവും
അതേപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക്കുമായിട്ടുള്ള ചില അഡ്വൈസൊക്കെ എനിക്ക് തരികയൊക്കെ ചെയ്യുന്ന എബ്രഹാമിൻ്റെ വൈഫ് നന്ദിതയാണ് എന്നെ ആദ്യം വിളിച്ച് വളരെ സന്തോഷത്തോടെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞു. എനിക്കതിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ദിവസം വൈകുന്നേരം നന്ദിത എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ട 2 എപ്പിസോഡിലെ കാര്യങ്ങൾ. ഒന്ന് അനിമൽ അഡോപ്റ്റിങ്, പ്രത്യേകിച്ച് ഞാൻ ചെയ്ത ഒരു എപ്പിസോഡിൽ ഞാൻ പെറ്റ്സിനെ അഡോപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചു. അപ്പം എനിക്കൊരു പെറ്റുണ്ട്, അപ്പം എനിക്കൊരു പപ്പിയുണ്ട്. അപ്പോൾ അത് എനിക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. പക്ഷെ അത് നന്ദിതയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു എപ്പിസോഡിനെ കുറിച്ചും എനിക്ക് തോന്നുന്നു ഓണത്തിനെ കുറിച്ചുള്ളൊരു എപ്പിസോഡ്, അത് രണ്ടും. അപ്പോൾ അതിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് വന്നു. അതെനിക്ക് ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ടാക്കാനായിട്ട്, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇതിനെ കാണാനായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. എനിക്കത് കൂടാതെ എന്നെ പോഡ്കാസ്റ്റിൽ തന്നെ വോയിസ് മെസ്സേജായിട്ട് എനിക്ക് ആദ്യമായിട്ടൊരു കമൻ്റ് അയക്കുന്നത് മുഹമ്മദ് റാഷിദ് എന്ന് പറയുന്ന ഒരാളാണ്. ശരിക്കും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. നമ്മൾ അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർ നമ്മളുടെ ഈ പോഡ്കാസ്റ്റ് നമ്മൾ അയച്ചു കൊടുക്കുന്ന ലിങ്കിൽ നിന്ന് കേൾക്കുകയും, പ്രത്യേകിച്ച് ആദ്യത്തെ കാലത്തൊക്കെ എനിക്കറിയാം 4-5 പേരൊക്കെ മാത്രം കേൾക്കുന്ന ഒരു രീതിയിൽ നിന്ന് ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ നമുക്ക് ഒരിക്കലും നമ്മൾ കാണാത്ത, നമ്മളെ അറിയാത്ത ആൾക്കാരൊക്കെ നമ്മളുടെ പോഡ്കാസ്റ്റ് കേൾക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ഈ മുഹമ്മദ് റാഷിദ് എനിക്കൊരു മെസ്സേജ് അയച്ചു. ആൻഡ് ദാറ്റ് വാസ് സോ സ്പെഷ്യൽ ടു മീ. ആദ്യത്തെ മെസ്സേജാണ്, എനിക്ക് കിട്ടുന്ന ആദ്യത്തെ മെസ്സേജാണ്. അപ്പോൾ എനിക്ക് ആ മെസ്സേജ് ബോക്സിൽ എൻ്റെ ഇമെയിലിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയതും ആ മെസ്സേജ് ഞാനൊരു 2-3 വട്ടം ഞാൻ കേട്ട് നോക്കുകയും ഞാൻ തിരിച്ചൊരു താങ്ക് യു മെസ്സേജ് മുഹമ്മദ് റാഷിദിന് അയച്ചതും എനിക്ക് ഓർമ്മയുണ്ട്. താങ്ക് യു മുഹമ്മദ് റാഷിദ് ഫോർ യുവർ മെസ്സേജ്. ആങ്കർ എഫ്എമ്മിലൂടെ ഇങ്ങനെ വെറുതെ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ പോഡ്കാസ്റ്റ് കാണുന്നത്. അപ്പോൾ ഞാൻ ഈ പോഡ്കാസ്റ്റ് മാത്രമേ കേട്ടുള്ളൂ. പക്ഷേ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു മറുപടി ഇതിൽ കൊടുക്കണം തോന്നി. വളരെ ഇഷ്ടമായിട്ടോ ഈ ടീച്ചേഴ്സ് ഡേയുടെ പോഡ്കാസ്റ്റ്, വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും ഇതുപോലത്തെ പോഡ്കാസ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ, ബാക്കിയുള്ള പോഡ്കാസ്റ്റ് ഒന്നും കേട്ടിട്ടില്ല, എന്തായാലും ഇനി ഫോളോ ചെയ്യുന്നതായിരിക്കും. എനിക്ക് വളരെ ഇഷ്ടമായി. ഇപ്പോൾ ഇതുപോലത്തെ ഇനിയും മികച്ച പോഡ്കാസ്റ്റുകൾ സൃഷ്ടിക്കാനാവട്ടെ. ഇങ്ങനത്തെ ചെറിയ ചെറിയ റെക്കഗ്നിഷൻസും ഇങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങളുമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിന് നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം താങ്ക് യു മുഹമ്മദ് റാഷിദ് ഫോർ ദാറ്റ്. അപ്പം ഇത് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുന്നൊരു ഈ ഒരു തരം കമ്മ്യൂണിക്കേഷൻ ചിലപ്പം കേരളത്തിന് അത്ര വലിയ പരിചിതമായ കാര്യമൊന്നുമല്ല. ഒരു പോഡ്കാസ്റ്റ് ഡേ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിവിടെ അത് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു വലിയൊരു ആൾക്കൂട്ടമൊന്നും ഇവിടെ ഇല്ല. എനിക്കറിയാൻ കഴിഞ്ഞാൽ വളരെ എറണാകുളത്ത് തന്നെ ഒരു 10-15 ആൾക്കാരിൽ കൂടുതലൊന്നും ഇത് ചെയ്യുന്നവരില്ല. വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നു. ഒരു 15 എപ്പിസോഡൊക്കെ ചെയ്തിട്ടുള്ള ഒരു 4-5 പേരിലൊരാൾ ആയിട്ട് ഞാനും ഉണ്ടാവും. പക്ഷേ ഇതൊരു പുതിയ തരം രീതിയാണ്. നമ്മൾ വീഡിയോ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ നമ്മൾ കാണുന്ന പോലെ, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുന്ന പോലെ തന്നെ ശബ്ദം കൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയുക. അതാണ് പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശബ്ദശകലം എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. അതിൻ്റെ ഒരു മലയാള പരിഭാഷയൊക്കെ ചിലപ്പം അത്ര കറക്റ്റായിരിക്കണം നിർബന്ധമില്ല. പക്ഷേ ഒരു ശബ്ദശകലമാണ്. അതായത് ശബ്ദം കൊണ്ട് അതിലെന്തും ചെയ്യാം. നമുക്ക് വീഡിയോയിൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരാളെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാം. ഒരു സ്റ്റോറി, ഒരു കഥ നമുക്ക് മുഴുവനായിട്ട് പറയാം. ഒരു അനുഭവ കഥ പറയാൻ പറ്റും. പല ടോപ്പിക്കുകളും നമുക്ക് ഇതിൽ കവർ ചെയ്യാനായിട്ട് പറ്റും. വീഡിയോയ്ക്കുള്ളതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ പോഡ്കാസ്റ്റിൻ്റെത് നമുക്ക് കേൾക്കാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷേ അതിലും വളരെ കൂടുതൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ ഒരുപാട് സമയം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ നടക്കാൻ പോകുമ്പോൾ, ഓടാൻ പോകുമ്പോൾ, കുക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾക്ക് കേട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് തരം ജോലികൾ ചെയ്യുന്ന സമയത്തും പോഡ്കാസ്റ്റ് കേൾക്കാൻ പറ്റും. പാട്ടുകൾ കേൾക്കുന്ന പോലെ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. ലോകത്തിൻ്റെ പല ഭാഷകളിലും, പ്രത്യേകിച്ച് ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരുപാട് പോഡ്കാസ്റ്റ് ഉണ്ട്. ഒരു സെലിബ്രിറ്റികളും അല്ലാത്തവരും പോഡ്കാസ്റ്റിൽ പല പല വിഷയങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
കോമഡി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഏത് ടോപ്പിക്കാണെങ്കിലും അതിനൊക്കെ എക്സ്പേർട്സ് പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ഇന്ത്യയിൽ ഞാൻ അടുത്ത് കേട്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നേഹ ദൂബിയുടെ നോ ഫിൽറ്റർ നേഹ എന്നുള്ളത്. ഒരുപാട് എപ്പിസോഡ്സിൽ സെലിബ്രിറ്റീസിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യും ഒക്കെ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ ഒരുപാട് പോഡ്കാസ്റ്റ് ചാനൽസ് ഇന്ത്യയിലുമുണ്ട്. കേരളത്തിൽ ഞാൻ കേട്ടതിൽ മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദില്ലി ദാലി എന്നറിയപ്പെടുന്ന ഒരു ചാനലാണ്. വളരെ ഇൻഫോർമേറ്റീവാണ്. എസ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വളരെ അനുഭവപരിചയമുള്ള ഒരാൾ. അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് ആകാശവാണിയിലുമൊക്കെ പ്രവൃത്തി പരിചയമുള്ള ആൾ. അദ്ദേഹം തുടങ്ങിയിരിക്കുന്ന ഒരു ജേർണലിസ്റ്റിക് അപ്രോച്ചുള്ളൊരു ചാനലാണ്. അതിൽ വളരെ നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. റെനീഷ എന്ന് ഞാൻ വളരെ യാദൃശ്യമായിട്ട് പരിചയപ്പെട്ട എന്നോടൊപ്പം എന്ന് പറയുന്ന പോഡ്കാസ്റ്റ് ഞാൻ കേൾക്കാറുണ്ട്. അതിൽ അവർ പറയുന്ന കഥകളും എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ശബ്ദമാണ് റെനീഷയുടേത്. അവരുടെ അനുഭവ പരിചയങ്ങളും അവർ വായിക്കുന്ന നോവലുകളുമൊക്കെ ശബ്ദരൂപത്തിൽ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മലയാളത്തിലും നമ്മളിങ്ങനെ ഒരു ഇൻ്റർനാഷണൽ മീഡിയം മലയാളത്തിലും ഒരു പുതിയൊരു തുടക്കം കുറിക്കുകയാണ്. അപ്പം ഇതൊരു വലിയൊരു വിജയമായി തീരട്ടെ. മലയാളത്തിൽ ഒരുപാട് പോഡ്കാസ്റ്റേഴ്സ് ഉണ്ടാകട്ടെ. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല ഒരു വിഷയത്തെക്കുറിച്ച് നന്നായി സംസാരിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് പറയാൻ, നിങ്ങൾക്ക് ഒരുപാട് അനുഭവ പരിചയമുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കും ഒരു പോഡ്കാസ്റ്റർ ആവുന്നതിൽ യാതൊരു തടസ്സങ്ങളുമില്ല. അതിന് ഒരു ചെറിയൊരു പോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റി മലയാളത്തിലുണ്ട്. അവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. എങ്കിലും പുതിയൊരു പോഡ്കാസ്റ്റർ വരുന്നതിനും മലയാളം ഭാഷയാക്കി ഉപയോഗിച്ച് തുടങ്ങുന്നതിലും അവരുടെ എല്ലാ പിന്തുണയുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സഹായം എൻ്റെ ഭാഗത്തു നിന്ന് വേണമെങ്കിൽ, എനിക്കറിയാവുന്ന വളരെ കുറച്ച് കാലത്തെ പരിചയം വെച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എനിക്കും സഹായിക്കാനാവും. അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അരബിന്ദ് ARABINDC@gmail.com എന്ന് പറയുന്ന ഇമെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. ഞാൻ റെസ്പോണ്ട് ചെയ്യാം. ഇനിയും നിങ്ങൾ ഇതുപോലെ വളരെ കുറച്ചൊരു കമ്മ്യൂണിറ്റി, ആദ്യമുള്ള 5-10 ആൾക്കാരിൽ നിന്നിപ്പം 100-നും 1000-നും ഒക്കെ മേളിൽ ആൾക്കാർ, ഇപ്പം ശ്രോതാക്കൾ പതുക്കെ വളർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ ആശംസകൾ. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.